കാര്യം കെ സിയുടെ മുഖ്യമന്ത്രി മോഹമാണ്. ഞാനും അത് പറഞ്ഞായിരുന്നു. കെ സിയുടെ മുഖ്യമന്ത്രി മോഹമാണ് ഈ വിഷയം ഇത്ര സങ്കീർണമാക്കിയത്. അതിനുള്ള മറുപടി. നോക്കൂ, ശ്രീജിത്ത് പണിക്കർ ഏത് രീതിയിലാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെതായ റിസർവേഷൻ ഉണ്ട്, അത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമാണ്. കെ സി വേണുഗോപാലിനെ ശ്രീജിത്ത് പണിക്കറിനെ അറിയുമെന്ന് എനിക്ക് അറിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കെ സി വേണുഗോപാലിനെ കാണാൻ തുടങ്ങി 89 കാലഘട്ടത്തിൽ ഞാൻ കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞങ്ങളൊക്കെ കൂടിയാണ് കെ സി വേണുഗോപാലിനെ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കിയത്. അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. അന്ന് ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരുന്ന കമ്മിറ്റിയിൽ ഞങ്ങളുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മാത്രമാണ് ശ്രീ വി ഡി സതീഷ് ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് മുതൽ ഞങ്ങളുടെ ഇവർ രണ്ടുപേരെയും പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നന്ദാപുരത്തെ ക്യാമ്പിലെ പോലീസ് മർദ്ദനം, കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ പോലീസ് രാമനഗരത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലുണ്ടായ അക്രമങ്ങൾ, പോലീസ് അതിക്രമം, അതിലൊക്കെ അക്രമത്തിലൊക്കെ ധീരമായി പോരാടി മുന്നോട്ട് കൊണ്ടുപോയി ഒരു ഘട്ടത്തിൽ യൂത്ത് യുവജന വിദ്യാർത്ഥി സംഘടനകളെ അതിശക്തമായി അന്നത്തെ ഗവൺമെൻറ്റിനെതിരായി മുന്നോട്ട് കൊണ്ടുവരുവാൻ ശക്തമായി നേതൃത്വം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിയാണ് കെ സി വേണുഗോപാൽ. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി. നമുക്കെല്ലാവർക്കും അറിയാം, മഹാസാഗരവും അതുപോലെ തന്നെ കോഴിക്കോട് മനഞ്ചിറയിൽ നടന്ന പരിപാടികളുമൊക്കെ കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ യുവജനങ്ങളെ കൊണ്ടുചെന്നെത്തിച്ച് വലിയ രീതിയിൽ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് MLA ആയി, വർഷങ്ങളായി ആലപ്പുഴയിൽ നിന്ന് MLA ആയി വന്ന് അദ്ദേഹം കേരളത്തിലെ മന്ത്രിസഭയിൽ അംഗമായി, വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായി. അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറിയായി വിവിധ സംസ്ഥാനങ്ങളുടെ ചാർജ് വഹിച്ചു. ഇപ്പോൾ 7 വർഷക്കാലമായി നമ്മുടെ സംഘടനാ ചുമതലയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം സംഘടനാ ചുമതലയായി ഏറ്റെടുക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 44 സീറ്റുകൾ മാത്രമുള്ള ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടി അന്ന് ഘടകകക്ഷികളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തമായ മുന്നണിയോ ഉണ്ടാവാത്ത സമയത്ത് അതിനെല്ലാം ശക്തമാക്കി എടുത്തുകൊണ്ടുവരുന്നതിന് വലിയ പ്രേരക ശക്തിയായി അതിന് ശക്തമായ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ കാസർഗോഡ് മുതൽ കന്യാകുമാരി മുതൽ അങ്ങ് ശ്രീനഗർ വരെ നടത്തിയ ഭാരത് ജോഡോ യാത്ര, ഭാരത് ന്യായ യാത്ര, അതുപോലെ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. അങ്ങനെ 240 സീറ്റുകൾ ഇന്ത്യ രാജ്യത്ത് എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ശക്തമായി നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാം കൂടി എന്തോ ഒരു മുഖ്യമന്ത്രി മോഹമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജനാധിപത്യ പാർട്ടിയിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളോട് ആരാണ് മുഖ്യമന്ത്രിയായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചോദിക്കുമ്പോൾ അവരവരുടെ മനസ്സിലുള്ള ഇതിനെല്ലാം കേരളത്തിലെ വികസന രംഗത്തെ കൊണ്ടുവരുവാൻ, കേരളത്തിലെ മുന്നണിയെ ശക്തമായി കൊണ്ടുവരുവാൻ, കോൺഗ്രസിൻ്റെ പഴയ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഒക്കെ പറ്റിയ വ്യക്തിയായി കെ സി വേണുഗോപാലിനെ കണ്ടതുകൊണ്ടാണല്ലോ ഈ ഇപ്പോൾ താങ്കൾ പറഞ്ഞ 47 കണക്കിന് എടുക്കുകയാണ്. 47 അല്ല കേക്ക് അല്ല, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇവിടെയും എൻ്റെ അറിവിൽ ഞാൻ കഴിഞ്ഞ 3-3.5 മാസക്കാലമായി ഈ വാർ റൂമുമായി ബന്ധപ്പെട്ട് എല്ലാ MLA-മാരെയും മത്സരിച്ച സ്ഥാനാർത്ഥികളെയും നിരന്തരം ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. കെ സി അവരാണ് ആരോടെങ്കിലും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അവരാണ് ഞങ്ങൾക്ക് കേരളത്തിൽ മുഖ്യമന്ത്രിയായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്ന വ്യക്തിയാണ്, അത് കെ സി വേണുഗോപാലാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ് വരുന്നത്. അല്ലാണ്ട് ജനാധിപത്യ രീതിയിൽ കൂടെ കൂട്ടിയ കേരളത്തിലെ ആദ്യ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ, അങ്ങനെയാണല്ലോ താങ്കൾ ഇത്ര നിഷ്കളങ്കമായിട്ട് പറയുന്നത്. അത് ഇത്രയും MLA-മാരെ 46 അങ്ങനെയല്ലേ പറഞ്ഞോളൂ മാജുഷെ, എത്രയായാലും അത്രയും ആളുകൾ അവരാരും തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരെ അഭിമുഖീകരിച്ച് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരണമെങ്കിൽ അവർക്ക് അസ്തിത്വമുള്ളവരും രാഷ്ട്രീയമായി നിലപാടുള്ളവരുമാണല്ലോ. അങ്ങനെ നിലപാടുള്ള ആളുകൾ അങ്ങനെ പറയണമെങ്കിൽ അതിശക്തമായ നേതൃത്വം അദ്ദേഹത്തിന് ഉണ്ട് എന്നാണല്ലോ. ഞാനൊരു കാര്യം നമ്മൾ തുറന്നു പറയാം, AICCയുടെ ശക്തമായ നേതൃത്വം ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ ഘടകമായിരുന്നു. ഞങ്ങളെല്ലാം കേരളത്തിൽ ഒരുപാട് ഇപ്പം തന്നെ ഇത്ര അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളുള്ള എല്ലാവരെയും ഒന്നിച്ചു നിന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം എത്ര തെരഞ്ഞെടുപ്പ് ഞാൻ കണ്ടതാണ്. ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ച ആളാണ്. അന്ന് എത്ര റിബലുകൾ ഉണ്ടായിരുന്നു, എത്ര കോൺഗ്രസിൻ്റെ ആളുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് മറികടത്തിയടി. ഇപ്പോൾ ആ ആളുകളെ എല്ലാം ഏറ്റെടുത്തുവാൻ വലിയ ലീഡർഷിപ്പ് AICCയുടെ ഭാഗത്തുണ്ടായത്. അത് ചെറിയ കാര്യമല്ല. AICC ഉണ്ടാക്കിയ നിയമത്തിൽ അതിന് മറുപടി അദ്ദേഹം മാത്രം പിൻവാതിലൂടെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നത് അത് ശരിയല്ല. അങ്ങനെയല്ല. സ്ക്രീനിങ് കമ്മിറ്റി സ്ക്രീനിങ് കമ്മിറ്റിയിൽ
തീരുമാനിച്ചത് സ്ഥാനാർത്ഥികളായി ആ സമയത്ത് MP-മാരെ വേണ്ട എന്ന് തീരുമാനിച്ചു. അതൊരു ക്ലോസ് ചാപ്റ്ററാണ്. അങ്ങനെ തീരുമാനിച്ചു, അവരെല്ലാം ഒഴിവാക്കി. ഇപ്പോഴതല്ല സാഹചര്യം. 63 പേരോട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ച് യാതൊരു തരത്തിലുള്ള സമ്മർദ്ദമോ യാതൊരു തരത്തിലുള്ള ഭീഷണിയോ ഒന്നുമില്ലാതെ അവിടെ ഒറ്റയ്ക്ക് വന്ന് പറയുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ വേണം. അതിനെന്താ തെറ്റുള്ളത്? AK ആന്റണി കേരളത്തിൽ കഴക്കൂട്ടത്ത് വന്ന് മത്സരിച്ചത് ചരിത്രം നമുക്കറിയാലോ. AK ആന്റണി തിരൂരങ്ങാടി മത്സരിച്ച ചരിത്രം നമുക്കറിയാലോ. അതുപോലെ EK നായനാർ, നമുക്കെല്ലാവർക്കും പറയാം, EK നായനാർ തലശ്ശേരിയിൽ വന്ന് മത്സരിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ മത്സരിച്ചല്ലോ. ഇതേ KC വേണുഗോപാൽ MLA ആയിരിക്കുമ്പോൾ പാർലമെന്റിലേക്ക് മത്സരിച്ചല്ലോ. ഇതേ സുധാകരൻ MLA ആയിരിക്കുമ്പോൾ പാർലമെന്റിലേക്ക് മത്സരിച്ചല്ലോ. അതുപോലെ നമ്മുടെ അടൂർ പ്രകാശ് MLA ആയിരിക്കുമ്പോൾ പാർലമെന്റിലേക്ക് മത്സരിച്ചല്ലോ. അതുപോലെ കെ മുരളീധരൻ MLA ആയിരിക്കുമ്പോൾ പാർലമെന്റിലേക്ക് മത്സരിച്ചല്ലോ. അപ്പൊ അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങൾ നിൽക്കുന്നു. അതിനിടയിൽ MLA ആകാത്ത ഒരു വ്യക്തി, MP ആയിരിക്കുന്ന ഒരു വ്യക്തി പിൻവാതിലൂടെ കടന്നു വരുന്നു. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ പേര് കുറെ MLA-മാർ പറയുന്നു, അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടുമല്ലോ. കാര്യങ്ങൾ KCയുടെ മുഖ്യമന്ത്രി മോഹം അതാണ് ഇവിടെ പ്രതിഫലിച്ചത്, ഈ തർക്കത്തിന് കാരണമായത്. പതിവ് കാര്യമാണ്, ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന്. നിങ്ങളെ 96 പറഞ്ഞോളൂ. അങ്ങ് പൂർത്തിയാക്കൂ. ഞാൻ നോക്കൂ, ഒരൊറ്റ കാര്യം ഞാൻ പറയാനുള്ളൂ. 96 ഇതേപോലെ സുശീല ഗോപാലൻ, കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും പ്രോജ്വലയായ ഭരണരംഗത്ത് ഒരു വലിയ ശക്തിയായി നിൽക്കുന്ന സുശീല ഗോപാലിനുണ്ടായിരുന്നു. സുശീല ഗോപാലിനെ വെച്ചില്ല. അതുപോലെ മറ്റു പലരും ഉണ്ടായിരുന്നു. അവരെയൊന്നും വെക്കാതെ അന്ന് മത്സരരംഗത്തില്ലാത്ത ഒരു പാർട്ടി ഭാരവാഹി മാത്രമായിരുന്ന അല്ലെങ്കിൽ നേതൃത്വം വേണ്ടായിരുന്ന നയനാരെ വെച്ചു. അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരാള് നിലവിലുള്ള ഒരു MLA രാജിവെപ്പിച്ചാണ്. അപ്പൊ പാർട്ടിയും നമ്മുടെ MLA-മാരും വിചാരിച്ചാൽ തീരുമാനിക്കും. അതായത് സുശീല ഗോപാലിനെ എങ്ങനെയാണോ CPM അന്ന് വെട്ടി നായനാരെ കൊണ്ടുവന്നത്, അതുപോലെ സതീശിനെയും രമേശിനെയും വെട്ടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് കൊണ്ടുവരുന്നു KC വേണുഗോപാലിനെ. അങ്ങനെ അതിലേക്ക് വരാമല്ലോ, അങ്ങനെയാണല്ലോ, അങ്ങനെ കൺക്ലൂഡ് ചെയ്യാമല്ലോ. ശ്രീത്ത്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അത് ശ്രീ നിയാസ് ഇവിടെ ആദ്യം ചോദിച്ചത് എനിക്ക് KCയെയോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയോ കുറിച്ച് അറിയാമോ, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഘടനാ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആൾ തന്നെയാണ്. അതിനെ നല്ല രീതിയിൽ തന്നെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് KCയെ നന്നായിട്ട് അറിയാം, KCക്ക് എന്നെയും നന്നായിട്ട് അറിയാം. എൻ്റെ ചർച്ചകളെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം നേരിട്ട് വിളിച്ച് പറയാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റുകളെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനോടോ അദ്ദേഹത്തിന് എന്നോടോ ഒരു തരത്തിലുമുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധവുമില്ല എന്ന് ശ്രീ നിയാസ് മനസ്സിലാക്കുക. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, താങ്കൾ തന്നെ ഇപ്പോൾ സുശീല ഗോപാലിൻ്റെ ഉദാഹരണം കൊണ്ടുവന്നത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സുശീല ഗോപാലിനെ ഒഴിവാക്കിയിട്ടോ അല്ലെങ്കിൽ മുമ്പ് KR ഗൗരിയെ ഒഴിവാക്കിയിട്ടോ മറ്റാരെങ്കിലും വന്നു എന്ന് പറയുന്നതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സമൂഹമല്ല കേരളത്തിൽ ഇപ്പോഴുമുള്ളത്. നമ്മൾ തെരുവിലിറങ്ങി ഇടതുപക്ഷത്തുള്ള ആൾക്കാരോട് തന്നെ ചോദിച്ചാൽ സുശീല ഗോപാലിനെ വെട്ടി വേറൊരാളെ കൊണ്ടുവന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്ന മറുപടി. പക്ഷെ പാർട്ടി അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തു. പിന്നെ രണ്ടാമതൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് പുറത്തു നിന്നുള്ള ഒരാളെ നമ്മൾ എടുക്കേണ്ടതില്ല എന്നോ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു ബ്ലാങ്കറ്റ് തീരുമാനം അന്ന് CPM-ന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. ഇത്തവണ KCക്ക് എന്താണ് അയോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യക്തിപരമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്നതിൽ KCക്ക് ഒരു അയോഗ്യതയുണ്ടെന്ന് കരുതുന്ന ആളല്ല ഞാൻ. അദ്ദേഹം മുമ്പ് കേന്ദ്രമന്ത്രി വരെ ആയിരുന്നയാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാലിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നതിന് ഒരു തരത്തിലുള്ള അയോഗ്യതയും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് അയോഗ്യതയുണ്ട്. ആ അയോഗ്യത നിർണ്ണയിക്കുന്നത് ഞാനല്ല, നമ്മളാരുമല്ല, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡ് നിർണ്ണയിച്ചിരിക്കുന്ന അയോഗ്യത എന്താണ് എന്ന് വെച്ചാൽ, നിലവിലെ MP-മാരൊന്നും തന്നെ ഇത്തവണ MLA-മാരായിട്ട് മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു കാര്യമാണ്. അത് ഒരാളിന് വേണ്ടിയിട്ട് പോലും ഇളവ് ചെയ്തിട്ടില്ല. ഇപ്പോൾ താങ്കൾ ഇവിടെ KCയെക്കുറിച്ച് പറഞ്ഞതുപോലെ വേണമെങ്കിൽ എനിക്ക് K. സുധാകരനെ പറ്റി താങ്കളോട് പറയാം. K. സുധാകരൻ എന്ന് പറയുന്ന നേതാവ്
അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയിട്ട് എത്രത്തോളം സഹനം നേരിട്ടിട്ടുള്ളയാളാണ്, എത്രത്തോളം ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് എനിക്ക് പറയാം. അങ്ങനെയാണ് എങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കെ സുധാകരൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കേരള സർക്കാരിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഡിസർവ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ താങ്കൾക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ സഹനം, അദ്ദേഹം കണ്ണൂരിൽ കോൺഗ്രസിന് വേണ്ടി വഹിച്ചിട്ടുള്ള ത്യാഗം, നേതൃത്വം, ഇതിനെക്കുറിച്ച് നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിനെ വെട്ടി, അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല. അദ്ദേഹത്തിന് അവസരം കൊടുക്കാതിരുന്നത് ഈ ഒരൊറ്റ റൂളിന്റെ കാര്യത്തിലാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരേ ഒരു അയോഗ്യത, എം പിമാരായിരിക്കുന്ന ആൾക്കാർ ഇത്തവണ MLA-മാരാകേണ്ടതില്ല എന്നുള്ളതാണ്. കോന്നി ഇതേപോലെ തന്നെ അടൂർ പ്രകാശിന് കോന്നിയിലുള്ള സ്വാധീനത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ്. എത്രത്തോളം ശക്തമായിട്ടുള്ള മത്സരം നടന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. 3 സ്ഥാനാർത്ഥികളും എനിക്ക് തോന്നുന്നു 3 ലക്ഷത്തിന് മുകളിൽ വോട്ട് പിടിച്ച ഒരു സ്ഥലത്ത് അദ്ദേഹം അല്ലായിരുന്നുവെങ്കിൽ ആ സീറ്റ് ഒരുപക്ഷെ മറ്റാരെങ്കിലും കൊണ്ടുപോകുമായിരുന്നു എന്ന കാര്യം പോലും ഉറപ്പാണ്. അപ്പോൾ അദ്ദേഹം വഹിച്ചിരിക്കുന്ന ത്യാഗം, അദ്ദേഹത്തിന്റെ നേതൃപാഠം, അദ്ദേഹത്തിന്റെ സ്വീകാര്യത എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. വെട്ടിയത് എന്തുകൊണ്ടാണ്? യോഗ്യതയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവർ കൽപ്പിച്ചിരുന്ന അയോഗ്യത എന്ന് പറയുന്നത് MP ആയിരിക്കുന്ന ആൾ ഇങ്ങോട്ട് വരണ്ട എന്നാണ്. കോഴിക്കോട് എം കെ രാഘവൻ എങ്ങനെയാണ്? ഷാഫി പറമ്പിൽ എങ്ങനെയാണ്? പാർട്ടി പറയുന്ന സ്ഥലത്തെല്ലാം തന്നെ വന്നു നിന്ന് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അതേ കാര്യത്തിന്റെ ഉള്ളിലേക്ക് ശ്രീ KC വേണുഗോപാലിനെ കൊണ്ട് നിർത്താത്തത് എന്താണ് എന്നുള്ളതാണ്. ആ അയോഗ്യത നിർണ്ണയിച്ചിരിക്കുന്നത് ശ്രീ KC വേണുഗോപാൽ കൂടി അംഗമായിരിക്കുന്ന കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കപ്പ് മേടിക്കാനായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചിരിക്കുന്ന പടനയിച്ച് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആരവിടെ ഉള്ളപ്പോൾ, എന്നാൽ കപ്പ് ഞാൻ അങ്ങ് മേടിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കാം എന്ന് ഇതേ നിയമം ഹൈക്കമാൻഡിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആൾ തന്നെ തീരുമാനിച്ചാലോ? അതിന് നമ്മൾ പറയുന്ന അധികാര ദുർവിനിയോഗം എന്നാണ്. KC വേണുഗോപാൽ ഇത്രയും നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനായിട്ട് വളഞ്ഞ വഴിയിലോ കുറുക്കു വഴിയിലോ നൂലിൽ കെട്ടിയോ ഇറങ്ങി വരേണ്ടുന്ന ആളല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതെന്റെ കൃത്യമായിട്ടുള്ള ബോധ്യമാണ്. അങ്ങനെ വന്നില്ല എന്ന് മാത്രമാണ് അദ്ദേഹത്തിനുള്ള അയോഗ്യ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.